الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, അടിയാത്തുകളെ, അവന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള മുഅ്മിനുകളായി മുഅ്മിനത്തുകളായി ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയുന്നത്? നമ്മൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ സൗദി അറേബ്യയിലോ UAE-യിലോ ഖത്തറിലോ കുവൈറ്റിലോ US-ലോ UK-യിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ ഒന്നും ജനിച്ചു എന്നുള്ളതല്ല. നമ്മളൊരു മലയാളിയോ തമിഴനോ കന്നഡക്കാരനോ ആയി ജനിച്ചു എന്നുള്ളതല്ല. നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകി എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറൊന്നും കിട്ടാനില്ല. പക്ഷേ നമുക്കൊന്നും ആ ഹിദായത്തിന്റെ വില മനസ്സിലായിട്ടില്ല. നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്? പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ആ പ്രവാചകന്മാർക്ക് അങ്ങേയറ്റം വേണ്ടപ്പെട്ട, അവരങ്ങേയറ്റം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പലർക്കും ഈ ഹിദായത്ത് കിട്ടിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഹിദായത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ എന്താണ്? അള്ളാഹു ആലം, പടച്ചവന് മാത്രമേ അറിയുള്ളൂ. ഒരാൾക്കറിയില്ല. ഒരു തങ്ങൾക്കോ ഒരു ശക്തിക്കോ വ്യക്തിക്കോ ഭാവക്കോ വീതിക്കോ തങ്ങൾക്കോ അറിയില്ല ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കാനുള്ള ക്രൈറ്റീരിയ എന്താണ്, മാനദണ്ഡം എന്താണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ മുസ്ലിങ്ങളായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സത്യ കലിമത്തിന്റെ വാഹകരായി 5 വഖ്ത് നിസ്കാരത്തിലും തശഹുദിൽ അല്ലാഹുവിന്റെ മുന്നിൽ ആ കലിമത്ത് തൗഹീദ് പുതുക്കി പറയുന്നവരായി മാറാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 9 നൂറ്റാണ്ടിലധികമാണ് ദഅവത്ത് ചെയ്തത്. 9 നൂറ്റാണ്ടിലധികം
1 2 കൊല്ലല്ല, 10 20 കൊല്ലല്ല, 50 60 വർഷമല്ല, 9 നൂറ്റാണ്ട് കാലം അള്ളാഹു ആയുസ് കൊടുത്തു. ആയുസ് മുഴുവൻ അള്ളാഹുവിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. എന്നിട്ട് അവസാനം അള്ളാഹുവിനോട് തന്റെ ഉമ്മത്ത് തന്റെ ഈ ദഅവത്ത് സ്വീകരിക്കാത്തതിന്റെ പരാതി പറഞ്ഞിട്ട്, ആ പരാതി കാരണം ആ നാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നശിക്കുമ്പോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിന്റെ ഉള്ളിൽ നിന്ന് കാണുകയാണ് തന്റെ പ്രിയപ്പെട്ട മകൻ വെള്ളത്തിലേക്ക് താണതാണ് പോകുന്നത്. നൂഹ് നബി ആ മകനെ വിളിച്ചു, യാ ബുനൈ, പൊന്നു മോനെ. ആ പ്രയോഗം അങ്ങനെയാണ്, യാ ബുനൈ, പൊന്നു മോനെ, നീ ഞങ്ങളോടൊപ്പം കയറ്, ഈ കപ്പലിലേക്ക്, വിശ്വാസികളോടൊപ്പം, അള്ളാഹുവിന് കീഴ്പ്പെട്ടവരോടൊപ്പം നീ ഞങ്ങളോടൊപ്പം കയറ്. നീ കാഫിരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്, നിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ആ മകന്റെ മറുപടി, എനിക്ക് നിങ്ങളെ കപ്പലും വേണ്ട, നിങ്ങളെ ഹിദായത്തും വേണ്ട, നിങ്ങളുടെ വിശ്വാസവും വേണ്ട, നിങ്ങളെ പഠിച്ചവനെയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം, നിങ്ങളെ കപ്പലിൽ കയറാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ആ പിതാവിന്റെ വാത്സല്യത്തെ, നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു. എന്നിട്ട് എന്തായത്, അവർക്കിടയിൽ ഒരു തിരമാല വന്ന് മറയിട്ടു, മുക്കിക്കൊല്ലപ്പെടുകയും ചെയ്തു ആ മകൻ. നൂഹ് നബി എന്ന് പറയുന്ന മഹാരഥനായ പ്രവാചകന്റെ ഹൃദയത്തിലെ അങ്ങേയറ്റം ആഗ്രഹവും ഇഷ്ടവും, പടച്ചോനെ എന്റെ മോനൊന്ന് ഹിദായത്ത് സ്വീകരിച്ച് കിട്ടിയെങ്കിൽ, എന്റെ മോനൊന്ന് വിശ്വാസത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വേദനക്കും തേട്ടത്തിനും മകന് ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തന്നു. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയെ കുറിച്ച് സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده. ഇബ്രാഹിമിനും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ളവനും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞപ്പോ, ഞങ്ങൾ നിങ്ങളുമായി ഒരു ബന്ധവുമില്ല കേട്ടോ, നിങ്ങൾ അല്ലാഹുവിനെ പുറമെ ആരാധിക്കുന്നതിനെ തൊട്ടെല്ലാം ഞങ്ങൾ ഇതാ നിഷേധിച്ചിരിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ എന്നേക്കുമായുള്ള ശത്രുതയും കോപവും വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിൽ ഏകനായിക്കൊണ്ട് വിശ്വസിക്കുന്നതുവരെ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇതൊക്കെ ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്. ഈ തൗഹീദിനോടുള്ള സ്നേഹം ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്. ഇല്ലാ ഖൗല ഇബ്രാഹിം ലഅബീഹി ലഅസ്തഗ്ഫിറന്ന ലക. ഒരു കാര്യം മാത്രം മാതൃകയില്ല, ഇബ്രാഹിം നബിയുടെ ഒരു വാക്ക് മാത്രം മാതൃകയില്ല. വാക്കെന്താണ്? ഇല്ലാ ഖൗല ഇബ്രാഹിം ലിയബി. മുശ്രിക്കായ തന്റെ വാപ്പയോട് ഇബ്രാഹിം നബി പറഞ്ഞ വാക്കാണത്. എന്താണ് ആ വാക്ക്? ലഅസ്തഗ്ഫിറന്ന ലക. വാപ്പാ, ഞാൻ അങ്ങേക്ക് പൊറുക്കലിനെ തേടാം. ഇതിന് നിങ്ങൾക്ക് മാതൃകയില്ല. നമുക്ക് എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നെല്ലും പതിരും വേർതിരിക്കുന്ന ഒരു തൗഹീദും ശിർക്കും വേർതിരിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ഒപ്പയാണ് എന്നതുകൊണ്ട് ഹിദായത്തും തൗഹീദും അല്ലാഹു സുബ്ഹാനഹു വ തആല ആസറിന് കൊടുത്തില്ല. എന്നിട്ട് ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞപ്പോ ഇബ്രാഹിമിന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് മാതൃകയാണ്. ഒരൊറ്റ കാര്യം ഒഴികെ. അതെന്താണ്? അദ്ദേഹത്തിന്റെ പിതാവിനോട്, അദ്ദേഹത്തിന്റെ ഉപ്പയോട് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടാമെന്ന് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞുതരാണ്. മഅ്ശറയിൽ വെച്ച് ഇബ്രാഹിം നബി തന്റെ ഉപ്പാനെ കാണുന്ന ഒരു രംഗം ഹദീസിന്റെ താളുകൾ നമുക്ക് കാണാൻ കഴിയും. ഉപ്പാകെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി ഉപ്പാനോട് പറയുന്നുണ്ട്, ഉപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ പറയുന്നത് കേൾക്കാൻ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇങ്ങനെ ഒരു പരലോകമുണ്ടെന്നും പടച്ച റബ്ബിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ നിഷേധിച്ചു? ആ മഹ്ശറിൽ വെച്ച് ഇബ്രാഹിം നബിയുടെ ഉപ്പ തിരിച്ചു പറയാണ്, മോനെ, ഇന്ന് നീ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, എന്തും പറഞ്ഞു അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇബ്രാഹിം നബി വളരെ വേദനയോടെ ദുഃഖത്തോടെ അള്ളാഹുവിനോട് പറയും, യാ അല്ലാഹ്,
ഈ മാശറയിൽ വെച്ച് എന്നെ നീ ഇകഴ്ത്തി കളയുകയില്ല, അപമാനിച്ചു കളയുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്. എന്റെ ഉപ്പയെ ഈ രീതിയിൽ കാണുന്നതിനേക്കാൾ വലിയ വേദന എനിക്ക് മറ്റെന്താണുള്ളത്? എനിക്ക് മറ്റെന്താണ് ഇതിനേക്കാൾ വലിയ പ്രയാസമായിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനോട് പറയും, ഇബ്രാഹിം അങ്ങയുടെ കാലുകൾക്കിടയിലേക്ക് ഒന്ന് നോക്കുക. ഇബ്രാഹിം നബി തന്റെ കാലുകൾക്കിടയിലേക്ക് നോക്കുമ്പോൾ തന്റെ പിതാവിനെ കണ്ടാൽ അറക്കുന്ന രൂപത്തിലുള്ള ഒരു മൃഗത്തിന്റെ രൂപത്തിലേക്ക് അല്ലാഹു മാറ്റുകയും എന്നിട്ട് ആ പിതാവിനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൺമുന്നിൽ നിന്ന് തന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉപ്പയാണെന്ന് വെച്ചിട്ട് ഒരാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. ആസൻ അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹാപ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതനായ സൃഷ്ടി, പ്രവാചകനോളം ഉത്തമനായ മറ്റൊരു സൃഷ്ടി ഇന്ന് വരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനിരിക്കുന്നു. അത്രയും അല്ലാഹു ഇഷ്ടപ്പെട്ട പരിശുദ്ധനായ ഉദാത്തനായ അല്ലാഹു സ്ഥാനവും മാനവും നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അങ്ങേ ഞാൻ പറഞ്ഞയച്ചത് ഇരു ലോകങ്ങൾക്കും അനുഗ്രഹമായി കൊണ്ടാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, ഇവിടെയുള്ള കാക്കക്കും പൂച്ചക്കും പറവക്കും മത്സ്യത്തിനും പൂമ്പാറ്റക്കും ഉറപ്പിലും ആകാശങ്ങൾക്കപ്പുറത്തുള്ള പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള അദൃശ്യലോകത്ത് മുഴുവനുമുള്ള മലായികതകൾക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് നബിയെ അങ്ങേ ഞാൻ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ താങ്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രിഷിയേറ്റ് ചെയ്ത് അഭിനന്ദിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ദുഃഖം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ ദഅവാ ജീവിതം തുടങ്ങിയപ്പോ ഒന്നിൽ കൂടുതൽ തവണ ഖുറൈശികൾ വന്നിട്ടുണ്ട് അബൂ താലിബിന്റെ അടുത്തേക്ക്. എന്തിനാണെന്നറിയോ? മുഹമ്മദ് എന്ന 40 വയസ്സുകാരനെ കൊല്ലാൻ വിട്ടുകൊടുക്കാൻ. അവിടെ അബൂ താലിബ് മുസ്ലിം അല്ലാതിരുന്നിട്ടും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രോമത്തിന് പോറലേൽക്കാൻ അബൂ താലിബ് അനുവദിച്ചില്ല. എത്രയോ തവണ വന്നിട്ടുണ്ട്. അതിലൊരു സംഭവമാണ്, മക്കക്കാർ മുഴുവൻ വന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു മകനെയാണ് വളർത്താനാണ് ഒരു മകനെ വേണ്ടതെങ്കിൽ ഞങ്ങൾ മക്കയിൽ ഏറ്റവും മിടുക്കനായ ഒരു കുട്ടി നിങ്ങൾക്ക് തരാം, നിങ്ങൾ അവനെ വളർത്തൂ, മുഹമ്മദിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ അവനെ കൊല്ലട്ടെ എന്ന് പറഞ്ഞപ്പോ അബൂ താലിബ് തിരിച്ചു പറഞ്ഞു, എന്ത് നല്ല ഒരു ഓഫറാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്റെ കുട്ടിയെ, എന്റെ മകനെ ഞാൻ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരിക, എന്നിട്ട് നിങ്ങളുടെ മകനെ നിങ്ങൾ എനിക്ക് വളർത്താൻ വിട്ടുതരിക. എന്തൊരു ആർന്നാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് അബൂ താലിബ് ചോദിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും ഒരു തരത്തിലുള്ള ഭീഷണികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ അബൂ താലിബ് വിട്ടുകൊടുത്തില്ല സഹോദരങ്ങളെ. അത് മാത്രമല്ല, ഈ ദഅവത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ഷേഖു അബൂ താലിബിൽ പട്ടിണി കിട്ടുകളയുമെന്ന് പറഞ്ഞപ്പോ ഹാഷിം കുടുംബത്തിന്റെ മുന്നിൽ നടന്ന മനുഷ്യരായിരുന്നു അബൂ താലിബ്. മുന്നിൽ നടന്ന മനുഷ്യൻ മാസങ്ങളോളം പട്ടിണി കിടന്നിട്ട് പച്ചിലയും പച്ചവെള്ളവും മാത്രം ആരൊക്കെയോ ഒളിച്ചും പാത്തും കടത്തി കൊണ്ടുപോകുന്ന ഏതാനും ചില ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് മാസങ്ങളോളം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി പട്ടിണി കിടന്ന മനുഷ്യൻ, ഇസ്ലാമിന് വേണ്ടി പട്ടിണി കിടന്ന മനുഷ്യൻ, ഇസ്ലാമിന് വേണ്ടി അത്രത്തോളം ത്യാഗം സഹിച്ച മനുഷ്യൻ, സ്വന്തം സ്വാധീനങ്ങളും ജീവിതത്തിലെ സുഖസൗകര്യങ്ങളും ഒന്നും വേണ്ടാന്ന് വെച്ച മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ആ അവസ്ഥ അറിഞ്ഞിട്ട് വളരെ വേദനയോടെ പ്രയാസത്തോടെ അബൂ താലിബിന്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് തലയുടെ ഭാഗത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഒറ്റവട്ടെങ്കിലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയോ, ഒരൊറ്റ വട്ടമെങ്കിലും ഞാൻ അതെടുത്തിട്ട് എന്റെ റബ്ബിനോട് ദുആ ചെയ്യാം, എന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തില്ല. അബൂ താലിബ് ആ മില്ലത്തിൽ തന്നെ മരണപ്പെട്ടു. ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിക്കുന്ന മില്ലത്തിൽ മരണപ്പെട്ടു. ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി അബൂ താലിബിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന റസൂലിന്റെ ഒരു രംഗമുണ്ട്. അള്ളാന്റെ റസൂലിന് ഈ ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ട വേദന, കണ്ണുനീരിന്റെ അകമ്പടിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നപ്പോ അള്ളാഹു പ്രവാചകനോട് സംസാരിച്ചു. ഖുർആനായത്തിറക്കി. എന്താ സംസാരിച്ചത്? നമ്മളെ ആയിരിക്കും, റസൂലെ പേടിക്കണ്ട, ഞാൻ അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുത്തോളാം, അല്ലെങ്കിൽ റസൂലെ പേടിക്കണ്ട, ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തോളാം എന്നാണോ അള്ളാഹു പറഞ്ഞത്? അല്ല. അള്ളാഹു പറഞ്ഞെന്തറിയോ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്ത് നൽകുക എന്നത് അങ്ങയുടെ പണിയല്ല, അത് ഞാൻ അങ്ങ് ഏൽപ്പിച്ചിട്ടില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ.
ഹിദായത്ത് നൽകുക എന്നത് എന്റെ ഉൾക്കിൽപ്പെട്ട കാര്യമാണ്, എന്റെ രാജാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതിലൊരാളെയും കൈകടത്താൻ ഞാൻ അനുവദിക്കുകയില്ല റസൂലേ, ഞാൻ അനുവദിക്കുകയില്ല നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ തിരുത്തി കൊടുക്കുകയാണ്. അന്ന് തൊട്ട് പ്രവാചകന്റെ ദിനരാത്രങ്ങളിൽ അബൂ താലിബിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു എന്റെ എളാപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ എളാപ്പാക്ക് മാപ്പ് നൽകണേ. ആയത്തിറങ്ങുകയാണ് അല്ലാഹുവേ അങ്ങേക്ക് അനുവാദമില്ല, അങ്ങയുടെ കൂടെയുള്ള അങ്ങയുടെ അനുയായികൾക്കും അനുവാദമില്ല. അല്ലാഹുവിന്റെ പേര് ശിർക്ക് ചെയ്തുകൊണ്ട് ഹിദായത്ത് കിട്ടാതെ വഴായത്തിൽ മരിച്ചു പോയ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക എന്നത് അങ്ങേക്ക് അനുവാദമുള്ള വിഷയമല്ല. എത്ര കുടുംബക്കാരായാലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാതിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി ഇത്രത്തോളം ആഗ്രഹിച്ചിട്ട് പോലും അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രത്തോളം ആഗ്രഹിച്ചിട്ട് ഇബ്രാഹിം നബിയുടെ ഉപ്പാക്ക് ഹിദായത്ത് കിട്ടിയിട്ടില്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത്രത്തോളം ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ മകന് ഹിദായത്ത് കിട്ടിയിട്ടില്ല. എനിക്കും നിങ്ങൾക്കും പടച്ചോ തന്നു, ചോദിക്കാതെ തന്നു. എന്നിട്ട് ഇതിന് വരേണ്ട നമുക്ക് എന്ത് വിലയാണുള്ളത്? സ്വന്തത്തോട് ചോദിച്ചു നോക്കും പ്രിയപ്പെട്ടവരെ. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിന്റെ വക്താവായി ഒരൊറ്റവട്ടം ജീവിതത്തിൽ ഒരൊറ്റ വട്ടമെങ്കിലും അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, ഇനി ഈ ഒരു മാർഗത്തിലേക്ക് നീ എന്നെ വഴി നടത്തിയതിന് നിനക്കൊരായിരം നന്ദി റബ്ബേ. മില്യൺ കണക്കിന് മനുഷ്യർ ബിംബാരാധന നടത്തിയും അല്ലാതെയും ശിർക്കിന്റെ വഴിയിലൂടെ ബഹുദൈവാരാധനയുടെ വഴിയിലൂടെ നടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പ്രപഞ്ചത്തിന്റെ ശിക്ഷാവായ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഭാഗ്യം എനിക്കും നൽകിയിട്ടും നമുക്കതിനു വേണ്ടി നന്ദി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതിനുവേണ്ടി ശുക്ർ പറയാൻ കഴിഞ്ഞിട്ടില്ല, അതിനുവേണ്ടി ഹംദ് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം നമുക്കതിന്റെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരട്ടെ. എല്ലാ സുഖ സൗകര്യങ്ങൾക്കും ഒരു ടാക്സ് ഉണ്ട്. കച്ചവടം ചെയ്ത് വലിയ ലാഭം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ടാക്സ് ഉണ്ട്, വലിയ വരുമാനമുള്ള ആളുകൾക്ക് ടാക്സ് ഉണ്ട്. അള്ളാഹു നൽകിയ ഈ അതിരറ്റ അനുഗ്രഹത്തിന്, അതുല്യമായ അനുഗ്രഹത്തിനും ടാക്സ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിന്റെ ടാക്സ് എന്നറിയോ? അതിന്റെ തീരുവണ്ടെന്നറിയോ നിങ്ങൾക്ക്? ദഅവത്താണ്. അള്ളാഹു നൽകിയ ഈ ഹിദായത്ത് മടക്കി ഭദ്രമായി പെട്ടിയിൽ പൂട്ടിവെച്ച് വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു വെക്കേണ്ട ഒന്നല്ല, മറിച്ച് സമൂഹ മധ്യത്തിൽ ഇറങ്ങി അള്ളാഹു എന്റെ റസൂലിനോട് പറഞ്ഞത് മൂടിപ്പൊതിച്ച് കിടക്കുന്ന പ്രവാചകരെ എഴുന്നേൽക്ക്. ഒരു വലിയ ജനവിഭാഗം വഴികെട്ടു പോകുന്നുണ്ട്. അവര് ശിർക്കിന്റെ വഴിയിലാണ്, ബഹുദൈവാരാധനയുടെ വഴിയിലാണ്, വലാലത്തിലാണ്, ഇരുട്ടിലാണ്, അന്ധകാരത്തിലാണ്. ആ അന്ധകാരത്തെ, ആ തമസ്സിനെ ഭേദിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങേക്കുണ്ട്. പുതച്ചു മൂടി കിടക്കുന്ന പ്രവാചകരെ എഴുന്നേൽക്കുക, രാത്രിയുടെ അന്തയാമങ്ങളിൽ നിന്ന് നമസ്കരിക്കുക. ഭാരമേറിയ ദഅവത്തിന്റെ വാക്കുകളില അങ്ങയുടെ ഹൃദയത്തിലേക്ക് അവതരിക്കാൻ പോവുകയാണ്, അങ്ങയുടെ മനസ്സിലേക്ക് അവതരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഭാരമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി സ്വന്തത്തെ തയ്യാറാക്കാൻ അല്ലാഹുവിന്റെ മുന്നിൽ നാടും നാട്ടാരും മുഴുവൻ കിടന്നുറങ്ങുമ്പോ റബ്ബിന്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കുക എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ ഉയർത്തിയത് ആ പ്രവാചകന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ ഒരായത്താണെങ്കിലും നിങ്ങൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന അമാനത്ത് മാനവർക്ക് ഇന്ന് 200 കോടിയിലധികം വരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുത്തത്. 23 വർഷക്കാലത്തെ 2.5 പതിറ്റാണ്ടിന്റെ പ്രബോധന കാലയളവിൽ അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി അല്ലാഹു അറിയിക്കാൻ പറഞ്ഞത് മുഴുവൻ അറിയിച്ചു, അല്ലാഹു പഠിപ്പിക്കാൻ പറഞ്ഞത് മുഴുവൻ പഠിപ്പിച്ചു. ഹജ്ജത്തുൽ വിദാഇന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന 1,00,000-ലധികം വരുന്ന സഹാബത്തിന് സാക്ഷി
സാക്ഷിയാക്കി, അള്ളാഹുവിനെ സാക്ഷിയാക്കി, അള്ളാഹു നീ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ഉത്തരവാദിത്വം അവിടെ തീർന്നു. അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12-ന് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അന്ന് ജനിക്കാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നെറുകയിലേക്ക് ഈ ഉത്തരവാദിത്വം വെച്ചു കൊടുത്തിട്ടാണ് യാത്രയായത്. ആ ഉത്തരവാദിത്വം ഏത് രീതിയിലാണ് നമ്മൾ നിറവേറ്റിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ? എത്ര മുസ്ലിം സഹോദരങ്ങളുണ്ട് നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ഇടപാടിലും നമ്മുടെ ജോലിസ്ഥലങ്ങളിലും നമ്മുടെ പരിചയത്തിലുമെല്ലാം എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. ആർക്കാണ് നമ്മൾ തൗഹീദ് പറഞ്ഞു കൊടുത്തത്? ആർക്കാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തത്? പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മനുഷ്യരെ കുറിച്ച്. തമിഴ്നാട്ടിലെ മനുഷ്യർ ശുദ്ധരാണ്. ഹനീഫ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ശുദ്ധരായ മനുഷ്യരാണ്. ഒരുപക്ഷെ യഥാർത്ഥ രീതിയിലുള്ള ദഅവത്തുകൾ നടക്കുകയാണെങ്കിൽ 10,000 ഹിദായത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു നാട്. നമ്മൾ എന്ത് ചെയ്തു? ആ ഹിദായത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ത്യജിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയത്. മദീനയിലേക്ക്, ബഖീഉൽ ഗർഖദിലേക്ക്, മദീനയുടെ ഓരത്തുള്ള ബഖീഉൽ ഗർഖദിലേക്ക് നിങ്ങൾ പോയി നോക്കുക. എത്ര സ്വഹാബത്തിന്റെ ഖബറാണുള്ളത്? 10,000 അല്ലെങ്കിൽ 10,000-ന് ചുവടെയുള്ള സ്വഹാബത്തിന്റെ ഖബർ മാത്രമുള്ളത്. എവിടെ ബാക്കി സ്വഹാബികൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ബാക്കി 90,000-ത്തിലധികം വരുന്ന സ്വഹാബികൾ എവിടെയാണ്? അവർ ലോകത്തിന്റെ അറ്റദിക്കുകളിലേക്ക് യാത്രയായി. പർവ്വതങ്ങളും പെരുങ്കാടുകളും ശബ്ദസാധനങ്ങളും തീരഭൂമികളും പണിഭൂമികളും അല്ലാഹുവിന്റെ ആശയത്തിന്റെ വാഹകരായി, അല്ലാഹുവിന്റെ ആദർശത്തിന്റെ പ്രബോധകരായി ലോകത്തിന്റെ അറ്റദിക്കുകളിലേക്ക് അവർ യാത്രയായി. നാല് മുഴുവൻ കുടുംബവും സമ്പത്തും മുഴുവൻ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിന്റെ ദഅവത്ത് പറഞ്ഞു കൊടുക്കാൻ അവർ യാത്രയായി. അവരുടെ ആ യാത്ര കാരണം ഇന്ന് ഇന്ത്യയിലും ചൈനയിലും റഷ്യയിലും ജർമ്മനിയിലും യൂറോപ്പിലും ഏഷ്യയിലും ഓസ്ട്രേലിയയിലും അടക്കമുള്ള ലോകത്തിന്റെ ശബ്ദഭൂഖണ്ഡങ്ങളിലേക്കും ഇസ്ലാമിന്റെ പ്രകാശം വ്യാപിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന 1,00,000-ൽ പേര് വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് അതിന്റെ ഇരട്ടിയായി, 100 കണക്കിന് ഇരട്ടിയായി 200 കോടിയിലധികം വരുന്ന 2 ബില്യണിലധികം വരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ വ്യാപനമുണ്ടായി. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പള്ളികളുണ്ടായി. ആ പള്ളി മുനാരങ്ങളിൽ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിന്റെ പ്രഖ്യാപനമുണ്ടായി. എന്താതുണ്ടാവാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് തെറ്റിക്കൊണ്ട് യാത്രയായതാണ് ആ സ്വഹാബത്ത്. നമ്മൾ എന്ത് ചെയ്തു? നാം നമ്മുടെ നാട് വീടും വിട്ടു പോകാറുണ്ട് കച്ചവടത്തിന് വേണ്ടി. നാം നമ്മുടെ നാട് വീടും വിട്ടു പോകാറുണ്ട് ജോലിക്ക് വേണ്ടി, ദുനിയയായ ആവശ്യങ്ങൾക്ക് വേണ്ടി. എത്ര യാത്രയാണ് അല്ലാഹുവിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ നാം നടത്തിയിട്ടുള്ളത്? എത്ര സംസാരമാണ് അല്ലാഹുവിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ നാം നടത്തിയിട്ടുള്ളത്? നമ്മുടെ പേനകൾ, നമ്മുടെ വിരൽത്തുമ്പുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അല്ലാഹുവിന്റെ ദഅവത്തിന് വേണ്ടി എത്രയാണ് എഴുതിയിട്ടുള്ളത്? നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ എണ്ണപ്പെട്ട സമയത്തിൽ എത്ര സമയമാണ് അല്ലാഹുവിന്റെ ദഅവത്തിന് വേണ്ടി ഞാനും നിങ്ങളും ചെലവഴിച്ചത് പ്രിയപ്പെട്ടവരെ? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ അറിയണം. മക്കയിലെ ട്രെൻഡ് സെന്റർ ആയിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ. മക്കയിലെ ട്രെൻഡ് കൊണ്ടുവന്നിരുന്നത് മിസ്അബ് എന്ന് പറയുന്ന മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും അദ്ദേഹത്തെ താലോലിച്ചതുപോലെ, അദ്ദേഹത്തെ പരിഗണിച്ചതുപോലെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരു ഉപ്പയും ഉമ്മയും അവരുടെ മക്കളെ പരിഗണിച്ചിട്ടില്ല. അത്രത്തോളം വില കൂടിയ ഷാമിൽ നിന്നും യമനിൽ നിന്നും വരുന്ന വില കൂടിയ അത്തറുകളും വില കൂടിയ വസ്ത്രങ്ങളും മിസ്അബിന് ഉപ്പയും ഉമ്മയും വാങ്ങിച്ചു കൊടുത്തു. മിസ്അബ് ഒരു കമീസിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം യുവാക്കളൊക്കെ ആ ഡ്രസ് ഇടുന്നതിന് വേണ്ടി, അത് വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. മിസ്അബ് ഒരു അത്ര ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ അത്രാണ് പിന്നീട് മക്കയിലെ ട്രെൻഡ്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ വായിൽ വെള്ളിക്കരണ്ടിയായി ജനിച്ചു പോണോ, സ്വർണത്തിന്റെ കരികയിലേക്ക് ജനിച്ചു പോണോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ജീവിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ദൗത്യം ഏറ്റെടുത്തു, സന്ദേശം ഏറ്റെടുത്തു. മക്കയിലെ ഒന്നാമത്തെ ഇസ്ലാമിന്റെ അംബാസഡറായി മദീനയിലേക്ക് പുറപ്പെട്ടു. ഒന്നാം അഖബ ഉടമ്പടിയിൽ 2, 3, 4 ആള് മാത്രമേ ഒന്നാം അഖബ ഉടമ്പടി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അയച്ചു. ആ മദീനയിൽ ഒറ്റയാളായി അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തു. ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ യാത്രയിൽ അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടായി, മർദ്ദനങ്ങളുണ്ടായി, പീഡനങ്ങളുണ്ടായി. ഹുസൈൻ എന്ന് പറയുന്ന ഒരു ഗോത്രത്തലവൻ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തേടി വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ശക്തമായി പൊടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ ഫുർത്തുണ്ടാക്കുന്നുണ്ട്, നിങ്ങളിവിടെ ഭിന്നത ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചു. നിർത്തിയിട്ടില്ലെങ്കിൽ വന്നതുപോലെ തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഹുസൈന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ നിർത്താം, പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കേട്ടൂടെ? അത് കേട്ടിട്ട് ഞാൻ പറയുന്നത് തെറ്റാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ നിർത്താമെന്ന് പറഞ്ഞു. ഹുസൈൻ പറഞ്ഞത് ന്യായമാണല്ലോ. അങ്ങനെ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായി.
മുസ്തഫ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, ഏതാനും വചനങ്ങൾ ഈ പറയുന്ന ഹുസൈദിനെ കേൾപ്പിച്ചു കൊടുത്തു. രൗദ്രഭാവത്തോടെ വന്ന ഹുസൈദിന്റെ മുഖം മാറാൻ തുടങ്ങി, കണ്ണ് നിറയാൻ തുടങ്ങി, ചുണ്ടുകൾ വിറക്കാൻ തുടങ്ങി. മുസ്തഫ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ മുറുകെ പിടിച്ചിട്ട് ഹുസൈദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഇതിനെയാണോ ഭിന്നിപ്പുണ്ടാക്കുന്നത് പറയുന്നത്? ഇതാണോ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിഷയം? എത്ര സുന്ദരമായ വചനങ്ങളാണ്, എത്ര സുന്ദരമായ ആശയമാണ്. അവിടെ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സത്യകലിമത്തിൽ മുസ്ലിമായി ഹുസൈദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് മിസ്ർ റളിയല്ലാഹു കൈ പിടിച്ചിട്ട് പോവാനേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്. ആരാ സഅദ് ഇബ്നു മുആദ് എന്നറിയോ? മരണപ്പെട്ട 70,000 മലക്കുകൾ ആ സഅദിന്റെ മയ്യിത്ത് ചുമക്കാൻ വേണ്ടി ആകാശത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായത് മിസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്താണ്. ആ മിസ്ർ റളിയല്ലാഹു അൻഹു മരിക്കുന്ന ഒരു രംഗമുണ്ട് ഉഹദ് യുദ്ധത്തിന്റെ ഭൂമിയിൽ. മരിച്ചിട്ട് ആ മയ്യിത്തൊന്ന് കഫൻ പൊതിയാൻ വേണ്ടി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം തികയുന്നില്ല. കാല് മറച്ച തലമറിയൂല, തലമറച്ച കാലും മറിയൂല. അത് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പരമദരിദ്രനായി കീറിപ്പറഞ്ഞ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരു കാലത്ത് മക്കയിലെ തെരുവീതികളെ ഹരം കൊള്ളിച്ച വില കൂടിയ വസ്ത്രമണിഞ്ഞ മിസ്ർ റളിയല്ലാഹു അൻഹു കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ഒരു ഫഖീറിനെ പോലെ മദീനയുടെ തെരുവീതിയിലൂടെ നടന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ തന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ ധനാഢ്യനായിരുന്നു മിസ്ർ. പക്ഷെ എല്ലാം അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഹുബ്ബിന് വേണ്ടി ത്യജിച്ചു കളഞ്ഞു. തന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ച നമുക്ക് പേടിയാണ് പ്രിയപ്പെട്ടവരെ. മുസ്ലിമാണെന്ന് പറയാൻ ഒരു പേടിയാണ്. മുസ്ലിമാണെന്ന് പറയാൻ എന്നെ തീവ്രവാദിയാക്കി കളയോ, എന്നെ ഭീകരവാദിയാക്കി, മുസ്ലിമാണെന്ന് പറയാൻ ഇസ്ലാമിന്റെ ശിആർ വെച്ച് നടക്കാൻ ഒരു പേടിയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും രൂപം കൊണ്ടും ഭാവം കൊണ്ടും സംസാരം കൊണ്ടും ജീവിതം കൊണ്ടും ഞാനൊരു മുസ്ലിമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ മറ്റാരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ദഅവത്ത് പ്രബോധനം നമ്മുടെ ഹിദായത്തിന്റെ തീരുവയാണ്, നമ്മുടെ ഹിദായത്തിന്റെ ടാക്സാണ്. അത് അടച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് കൃത്യമായി ചെയ്തു തീർത്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദഅവത്തിന്റെ മാർഗം എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമല്ല. യഥാർത്ഥ തൗഹീദ് പറയുന്നവരെ ആരും പൂമാലയിട്ടും ഹർഷാരമൊന്നും മുഴക്കിയും സ്വീകരിക്കുകയില്ല. അത് വളരെ കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയും വഴിയാണ്. പക്ഷേ സഹോദരങ്ങളെ, അതെന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ അർഖമിൽ രഹസ്യ ദഅവത്ത് നടത്തുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന് കൽപ്പന വന്നപ്പോ അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ഇത് പരസ്യപ്പെടുത്തുക? ആ കൂട്ടത്തിൽ ദഈഫായ ഒരു മനുഷ്യൻ, മെലിഞ്ഞുണങ്ങി കാണാൻ സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു ദഈഫായ മനുഷ്യൻ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നമ്മളിങ്ങനെ പറയും ഒന്ന് ഊതിയാൽ പാറിപ്പോന്ന് അറിയില്ലേ, ആ കോലത്തിലുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ ഗോത്രത്തിന്റെ ആ മെമ്പറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനൊന്നും വരൂല. ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് ഞാൻ പോകാന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് അങ്ങ് പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങയെ മർദ്ദിച്ചാൽ ആരും ചോദിക്കാനും പറയാനും വരില്ലെന്ന് അവർക്കറിയാം, ഖുറൈശികൾക്കറിയാം. അങ്ങയുടെ ജീവൻ അപകടത്തിലാവും, അങ്ങയ്ക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പോലും ഉറപ്പില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ കലാം ഉരുവിട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്തുകൊണ്ട് അങ്ങനെ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതെന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണെന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യാത്രയാവാണ്.
കാബയുടെ പരിസരത്ത് അവിടെ ബിംബത്തിനെ ആരാധിക്കുകയും അതിനെ വേണ്ടി ചുറ്റിത്തിരിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ വെച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിന്റെ പാരായണം തുടങ്ങാൻ, ഖുർആന്റെ പാരായണം കൊണ്ട് തുടങ്ങിയപ്പോ കാബയുടെ ചുറ്റിലുണ്ടായിരുന്ന ആളുകളൊക്കെ ആ പാരായണത്തിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവരും സാഗൂതം ചെവി കൂർപ്പിച്ച് കേൾക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഖുറൈശികളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ആ പറയുന്നത് മുഹമ്മദിന്റെ ഖുർആനിലെ വചനങ്ങളാണ് എന്ന് പറഞ്ഞു. അതോടെ ആൾക്കൂട്ടം ഇളകി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി മർദ്ദിച്ചു, അതിക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹം ബോധം കെട്ടു വീണു, മോഹാലസ്യപ്പെട്ടു വീണു. ബോധം പോകുന്നത് വരെ ശരീരത്തിലേക്ക് ഓരോ അടിയും ഓരോ തൊഴിയും വരുമ്പോ എന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉരുവിട്ടുകൊണ്ടേയിരുന്നു. നോക്ക് നിങ്ങൾ, എന്തിനാണത് സഹോദരങ്ങളെ? ആലോചിക്കും, തന്റെ കൂടെയുള്ള സഹജീവികൾ നരകത്തിലേക്ക് പോകരുത് എന്ന അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് അവരാ ചെയ്യുന്നത്. സ്വാഹിബ് യാസീന്റെ ചരിത്രം നമുക്കറിയാലോ. സ്വാഹിബ് യാസീൻ 3 പ്രവാചകന്മാരും നാട്ടിൽ ദഅവത്ത് നടത്താൻ പട്ടണത്തിന്റെ അദ്ദേഹം വന്ന് പറയാണ്, ഈ പ്രവാചകന്മാർ സത്യത്തിന്റെ മാർഗത്തിലാണ്, അവർ നിങ്ങൾ പിൻപറ്റി. അദ്ദേഹത്തെ കൊന്നു. പരലോകത്തെത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ? എന്നെ കൊന്നുകളഞ്ഞ എന്റെ സമുദായം എന്റെ റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ, എന്റെ റബ്ബ് എന്നെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ മനുഷ്യൻ ആഗ്രഹിക്കാൻ. തന്റെ ജീവൻ അപഹരിച്ച ഒരു ജനതയോട് പോലുമുള്ള ഗുണകാംക്ഷയാണ്, നസീഹത്താണ് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ് ചോരമായി ഒറ്റപ്പെടുത്തി പീഡിപ്പിച്ച് മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ച് തളർന്നിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ വന്നിട്ട് ഈ ജനസംശയത്തെ മുഴുവൻ നശിപ്പിച്ചിട്ട് കളയട്ടെ എന്ന് ചോദിച്ചപ്പോ അറിവില്ലാത്തവരാണ് റബ്ബേ, അവർക്ക് നീ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. മാലോകർ രക്ഷപ്പെടണമെന്ന ആ അടങ്ങാത്ത അഭിവാഞ്ച, ആ ആഗ്രഹം, അതിന്റെ പേരാണ് ദഅവത്ത്. മനുഷ്യ സ്നേഹത്തിന്റെ പാരമ്യമാണ് ദഅവത്ത്, കാരുണ്യത്തിന്റെ പാരമ്യമാണ് ദഅവത്ത്. ദീനാനുകമ്പയുടെയും പരാനുകമ്പയുടെയും ഹൃദയത്തിന്റെ ആർദ്രതയുടെയും പാരമ്യമാണ് ദഅവത്ത്. യഥാർത്ഥ മനുഷ്യ സ്നേഹമാണ്, യഥാർത്ഥ മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള പ്രവർത്തനവും പോരാട്ടവുമാണ് പ്രിയപ്പെട്ടവരെ ദഅവത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദഅവത്തിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, എന്താണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം കഴിഞ്ഞ് ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് സ്വഹാബത്ത് യാത്രയായതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ദൗത്യ സംഘങ്ങളായി ഏറ്റവും നല്ല ബുദ്ധിയുള്ള കുട്ടികളെ ഇസ്ലാമിന്റെ പ്രതിനിധികളായി അയക്കുക എന്ന ഉദ്ദേശത്തോടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഞങ്ങളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലോബൽ ദഅവ മിഷനാണത്. ആ പ്രൊജക്റ്റിൽ ഒരു വർഷത്തെ ക്യാമ്പയിനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള, ഏറ്റവും ടാലന്റഡ് ആയ കുട്ടികളെ 40 കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവര് ഖുർആൻ ഹിഫ്ളാക്കുന്നുണ്ട്, ഹദീസ് ഹിഫ്ളാക്കുന്നുണ്ട്, ഇസ്ലാമിക വിമർശനങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കുന്നുണ്ട്, ഇസ്ലാമിനെയും ഖുർആനിന്റെയും പ്രവാചകന്റെയും എതിരെ വരുന്ന വിമർശനങ്ങളെ കുറിച്ച് കൃത്യമായി ആഴത്തിൽ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 15 വയസ്സാകുമ്പോൾ എത്ര യുക്തിവാദികളുടെ, എത്ര നിരീശ്വരവാദികളുടെ, ഏത് തലവെട്ടപ്പന്റെ മുന്നിൽ ഈ 15 വയസ്സുള്ള കുട്ടികളെ നിങ്ങൾ നിർത്തിയാൽ അയാളുടെ ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ആ കുട്ടി പ്രാപ്തരായിരിക്കും. അതുപോലെ തന്നെ അവർ മൾട്ടിപ്പിൾ ലാംഗ്വേജ് ട്രെയിനിങ്ങും നേടുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 8 ഗ്രൂപ്പുകളാക്കി തിരിക്കും ഈ കുട്ടികളെ ഇൻഷാ അല്ലാഹ്. ഒരു ഗ്രൂപ്പ് ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കും റഷ്യയിലേക്കും ചൈനയിലേക്കും സ്പെയിനിലേക്കും US-ലേക്കും UK-യിലേക്കും ഓസ്ട്രേലിയയിലേക്കുമുള്ള ദാവാ സംഘങ്ങളായി അവരുടെ +2 പഠനം കഴിഞ്ഞ് ഉപരിപഠനത്തിന് വേണ്ടി പോകുമ്പോൾ അവിടേക്കുള്ള ദാവാ സംഘങ്ങളായി ആ നാടിന്റെ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് ആ നാട്ടിൽ എങ്ങനെയാണോ ദാവത്ത് നടത്താനുള്ള സംവിധാനമുള്ളത് ആ സംവിധാനം ഉപയോഗിച്ച് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും യാത്രയാവുന്ന ദൗത്യ സംഘം ഇന്ന് അൽഹംദുലില്ലാഹ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ആവശ്യത്തിനും കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത്. ആ പ്രൊജക്ട് നിങ്ങൾ ഏറ്റെടുക്കുക. റമദാനൊക്കെയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ സക്കാത്തൊക്കെ തരംതിരിക്കുന്ന സമയമാണ്. ആ സക്കാത്തിന്റെ ഒരു വിഹിതം അള്ളാഹുവിന്റെ ഈ ദഅവത്തിന്റെ മാർഗത്തിലേക്ക്. ഇന്നത്തെ ജിഹാദ് എന്ന് പറയുന്നത് വാള് കൊണ്ടും തോക്ക് കൊണ്ടൊന്നുമല്ല, അതിന്റെ കാലം കഴിഞ്ഞു. അതല്ല, ഇനിയുള്ള ജിഹാദ് എന്ന് പറയുന്നത് നാവ് കൊണ്ടും തൂലിക കൊണ്ടുമാണ്, എഴുത്തുകൊണ്ടും സംസാരം കൊണ്ടും ബുദ്ധി കൊണ്ടുമാണ്.
ആ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള എമ്പാടുമുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. അവിടെ പുതിയ തലമുറയിലുള്ള നമ്മുടെ മക്കൾ ശക്തമായി ഇസ്ലാമിനെ പ്രതികരിക്കട്ടെ, ശക്തമായി ഇസ്ലാമിനെ പരിചയപ്പെടട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് നമ്മുടെ നാടുകളിൽ നിന്ന് കുട്ടികൾ ഉയർന്നു പറക്കട്ടെ. അൽഹംദുലില്ലാ, ഉദ്ദേശിച്ചതുപോലെ ആ കുട്ടികൾ വളരുകയാണ്, ഉയരുകയാണ്. ഇനി നാളെ ഒരു 5-8 വർഷം കഴിഞ്ഞാൽ ലോകത്തിന്റെ ഈ പറഞ്ഞ വിവിധ രാജ്യങ്ങളിലേക്ക് പോകേണ്ടവരാണ്, അവിടെ ദഅവത്ത് നടത്തേണ്ടവരാണ് അവർ. അതിനുവേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ്. ആ കുട്ടികളെ സക്കാത്തിന് അർഹതയുള്ള മക്കളുണ്ട്, അവർക്ക് അവരുടെ പഠനത്തിന്റെ ചെലവ് സ്വന്തമായി എടുക്കാൻ കഴിയില്ല. ഈ കുട്ടികളെ ഈ രീതിയിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 1,80,000 നമുക്ക് ചെലവ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതത്തിലോ അല്ലെങ്കിൽ സ്വതക്കയുടെ വിഹിതത്തിലോ ഒരു കുട്ടിയെ ഏറ്റെടുത്ത് നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണത്തിന് ശേഷവും ആ കുട്ടി ഇൻഷാ അല്ലാഹ് അല്ലാഹു ആയുസ് കൊടുക്കുകയാണെങ്കിൽ അവൻ ലോകത്തിന്റെ പല ഭാഗങ്ങളുമായി ദഅവത്ത് നടത്തുന്നുണ്ടാവും. അതിന്റെ പ്രതിഫലം ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഖബറിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും, ഇറക്കി തരികയും ചെയ്യും. ഇനി അത്രയും വലിയ തുക എടുക്കാൻ പറ്റാത്തവർ എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, എന്താണോ ഈ ദഅവത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, അത് നിങ്ങൾ ചെയ്യുക. ഒരിക്കലും പാഴാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, അല്ലാഹുവിന്റെ കലിമത്തിന് കൊണ്ട് ജീവിക്കാൻ, ആ കലിമത്തിന് കൊണ്ട് മരണമടയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഒരു നിമിഷം പോലും കുഫ്രിലേക്ക് ഞങ്ങളെ നീ മടക്കരുത് റബ്ബേ. ജീവിതത്തിൽ ഒരു നിമിഷം പോലും തൗഹീദിന്റെ ഈ മഹത്തായ ഭാഗ്യം ഞങ്ങൾ നീ ഉയർത്തി കളയല്ല അല്ലാഹ്. മരണം വരെ ഈ ഹിദായത്തിന്റെ വെളിച്ചത്തിൽ ഉറപ്പിച്ചു നിർത്തി മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹദാനിയത്തിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അല്ലാഹ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. قوموا إلى الصلاة.